വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 24, 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നു ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉദ്ധിതന്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്ന വെല്ലുവിളി. യേശുവിന്റെ കുരിശിലെ മരണത്തിനും സംസ്കാരത്തിനും ശേഷം ദുഃഖാർത്തരായി യേശുവിന്റെ തന്നെ അനുഭാവികളായിട്ടുള്ള ഒരു പറ്റം ആളുകൾ ജെറൂസലത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവരുടെ സ്വന്തം നാടായിട്ടുള്ള എമ്മാവൂസിലേക്കുള്ള യാത്രയിലാണ്. ദുഃഖാർത്തരായി അവർ നടന്നു പോകുന്നതിനിടയിൽ കേവലം ഒരു അപരിചിതനായിട്ടുള്ള വഴിപോക്കൻ എന്ന നിലയിലാണ് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ യാത്രാമധ്യേ പ്രസക്തമായ പല കാര്യങ്ങളും യേശു അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിട്ട് നാം കാണുന്നു. യാത്രയുടെ അവസാനം അവരുടെ പ്രത്യേക ക്ഷണപ്രകാരം യേശു അവരുടെ കൂടെ അന്ന് വസിക്കാനിടവരുന്നു. ആ അവസരത്തിലൊന്നും യേശുവിനെ അവർ തിരിച്ചറിയുന്നില്ല. അവരോടുകൂടെ വസിച്ച യേശു തന്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി തന്നെ അവർക്ക് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ തനതായി ഉള്ള വ്യക്തിത്വം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ യേശുവിനെ അവർ തിരിച്ചറിഞ്ഞ ഉടനെ യേശു അവരിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നതായിട്ടാണ് സുവിശേഷത്തിൽ കാണുന്നത്. തുടർന്നുള്ള ദിവസത്തിൽ യേശു തന്റെ സ്വന്തം ശിഷ്യന്മാരുടെ ഇടയിൽ വീണ്ടും പ്രത്യക്ഷനാകുന്നു. ഈ പ്രത്യക്ഷീകരണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം. അവിടെ യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ വലിയ പകപ്പും അതിലേറെ ഭയവും വളരെ അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. കാരണം യേശുവാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ധാരണയിൽ ഇതൊരു ഭൂതമാണെന്നാണ്. ഭൂതത്തിന്റെ സാന്നിധ്യത്തിലുള്ള ഭയം അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള രീതിയിലാണ് സുവിശേഷത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയേറെ ഭയപ്പാടും ഇത്രയേറെ പകപ്പും അനുഭവിച്ചു കൊണ്ടിരുന്ന ശിഷ്യന്മാരെ വളരെ ശാന്തമായി തന്മയത്വത്തോടുകൂടെ ക്ഷമാപൂർവം യേശു അവരോട് പെരുമാറുന്നതായിട്ട് കാണുന്നു. അവരോട് സംസാരിക്കുന്നു, അവരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു, പരസ്പരം തൊട്ടുനോക്കാൻ പോലും ഉള്ള അവസരം യേശു അവർക്കായിട്ട് നൽകുന്നു.
അത്ര വളരെ തന്മയത്വത്തോടുകൂടെ ഉള്ള യേശുവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ഇത് സാക്ഷാൽ അവരുടെ ഗുരുവായിട്ടുള്ള യേശുവാണെന്ന്. ഉത്ഥാനം കഴിഞ്ഞതിന് ശേഷം യേശു എവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെയൊക്കെ ആളുകളുടെ ഇടയിൽ ഒരുപാട് പകപ്പും അതിലേറെ ഭയവും ഒട്ടും കുറവല്ലാത്ത അസ്വസ്ഥതയും ജനങ്ങളിൽ ഉണ്ടാകുന്നതായിട്ടാണ് നാം കാണുന്നത്. ഈ രീതി തന്നെ ആയിരിക്കാം ഉദ്ധിതനായിട്ടുള്ള കർത്താവ് ഇന്നും തുടരുന്നത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെതായിട്ടുള്ള സാന്നിധ്യം ചിലപ്പോൾ പകപ്പിന്റെയും മറ്റു ചിലപ്പോൾ ഭയത്തിന്റെയും വേറെ ചിലപ്പോൾ ചില അസ്വസ്ഥതകളും ഒക്കെ നമ്മളിൽ ഉണ്ടാക്കിയെന്ന് വരാം. എന്നാൽ ഈ പകപ്പിലൂടെയും ഈ ഭയത്തിലൂടെയും അനുഭവിക്കാനിട വരുന്ന അസ്വസ്ഥതകളിലും കൂടെ ഉത്തമ ബോധ്യങ്ങൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ശക്തമായ വെല്ലുവിളി എന്ന് തിരിച്ചറിയുന്നതിൽ തെറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ.